വന്നവരും നിന്നവരും മുളച്ചു പൊന്തിയവരും എല്ലാം ഇലക്ട്രിക് ആയപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഇല്ലാത്ത കമ്പനികളും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ യുദ്ധത്തിൽ ഞങ്ങൾ പിന്നിലായാലോ എന്നതാണ് ഇപ്പോൾ കമ്പനികളുടെ പേടി. ഹൈബ്രിഡ് വാഹനങ്ങളുടെ ശ്രേണി തന്നെ ഇറക്കി ഇലക്ട്രിക്കിലേക്ക് മുഴുവൻ ഇറങ്ങാൻ വിമുഖത കാണിച്ച ലെക്സസും ഇലക്ട്രിക് യുദ്ധത്തിൽ പങ്കുചേരുകയാണ്. ആ വിശേഷങ്ങളാണ് ദ മോട്ടോർ വേൾഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ. ആ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ദ മോട്ടോർ വേൾഡിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. ഒരു വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുകയല്ല, ഒരു പ്രോട്ടോടൈപ്പാണ് ലെക്സസ് കൊണ്ടുവന്നിരിക്കുന്നത്. അടുപ്പിച്ച് തന്നെ ഞങ്ങളൊരു ഇലക്ട്രിക് വാഹനം അവതരിപ്പിക്കുകയാണ് എന്നും അതിൻ്റെ സ്പെക്ക് ഇത്തരത്തിലാവുമെന്നും അഭ്യുദയകാംക്ഷികളെ അറിയിക്കുന്നതാണ് ലെക്സസിൻ്റെ ലൈൻ. ഡയറക്റ്റ് 4 എന്ന പേരായ ഈ സിസ്റ്റം പ്രകാരം മുൻപിലും പുറകിലും മോട്ടറുകൾ ഉണ്ടാവും. ഓരോന്നും 201 HP കരുത്തും 300 Nm ടോർക്കും നൽകും. അതായത് ഇതൊരു ചെറിയ വാഹനമല്ല, ഇലക്ട്രിക് വാഹനങ്ങളുടെ നിരയിലെ മറ്റൊരു പെർഫോമൻസ് SUV ആണ്. ഒരു ചെറിയ ഫോട്ടോ ടീസർ മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ നിന്ന് വാഹനത്തെക്കുറിച്ച് ഒന്നും മനസ്സിലാവില്ലെങ്കിലും മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ലെക്സസിൻ്റെ ഹൈബ്രിഡ് വേർഷനുകളിൽ ഇനി ഡ്രൈവ് ഫോർ സിസ്റ്റം ഉണ്ടാവും. ടൊയോട്ട തങ്ങളുടെ ഇലക്ട്രിക് ശ്രേണി തുടങ്ങുക ലെക്സസിൻ്റെ പേരിലാവും. വാഹന ലോകത്ത് ഒരു വലിയ മാറ്റമുണ്ടാവുന്നു എന്നിവയൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. ഇതിനോട് ചേർത്ത് തന്നെ ലെക്സസിൻ്റെ ഇപ്പോൾ ഇറങ്ങിയ ഇലക്ട്രിക് വാഹനത്തെക്കുറിച്ച് കൂടി നോക്കാം. UX300e എന്ന ഈ വാഹനം അറ്റ് പ്രസന്റ് ചൈനയിൽ ലഭ്യമാണ്. ഒറ്റ ചാർജിങ്ങിൽ 400 കിലോമീറ്റർ ഓടുന്ന ഈ വാഹനത്തിന് നമ്മൾ മുമ്പ് പ്രതിപാദിച്ച രീതിയിൽ തന്നെയാണ് മോട്ടർ ഉള്ളത്. ഒരു മോട്ടറാണുള്ളത്. അത് 201 HP കരുത്തും 300 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കും. ഉള്ളിലുള്ളത് 54.3 kWh ലിഥിയം അയോൺ ബാറ്ററി. കാര്യങ്ങൾ എന്തു തന്നെയായാലും നമ്മൾ പ്രതീക്ഷിക്കുക ടൊയോട്ടയുടെ പേരിൽ കയ്യിലൊതുങ്ങുന്ന ഒരു ഇലക്ട്രിക് വാഹനമാകും. അതും ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അങ്ങനെ ഉണ്ടായാൽ ആ വാഹനത്തിൻ്റെ വിശേഷവും ഞങ്ങൾ എത്തിക്കാം. തൽക്കാലം വിട. നന്ദി, നമസ്കാരം.